today we will discussing about the topic National Food Security Act 2013 and One Nation One Ration Card for the UPSC and KS examination. ഇതാണ് ഇന്നത്തെ ടോപ്പിക്. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് 2013 വൺ നേഷൻ വൺ റേഷൻ കാർഡ് എന്നുള്ള സിസ്റ്റത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക്. അപ്പോൾ ഏകദേശം ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു അറിവ് നമുക്ക് അനിവാര്യമാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ടിനെ കുറിച്ചിട്ട്. ഇപ്പോൾ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് എന്ന് പറയുമ്പോൾ ഇതൊരു ജോയിൻ്റ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് സെൻട്രലിൻ്റെയും സ്റ്റേറ്റിൻ്റെയും ഒരു ജോയിൻ്റ് റെസ്പോൺസിബിലിറ്റിയാണ് ഈ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് പറയുന്നത്. അലോക്കേഷൻ ഓഫ് ദ ഫുഡ് ഗ്രെയിൻസ് ബൈ ദ സെൻറ്ററാണ്. സെൻറ്ററാണ് അലോക്കേഷൻ ഓഫ് ദ ഫുഡ് ഗ്രെയിൻസ് ടു ദ സ്റ്റേറ്റിന് നൽകുന്നത്. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് സെൻട്രൽ അസിസ്റ്റൻസ് ആണ്. ഇപ്പോൾ ഒരു സ്റ്റേറ്റിലേക്ക് ഫുഡ് ഗ്രെയിൻസ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ FCI നിന്നും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് സെൻട്രൽ അസിസ്റ്റൻസും കൂടിയിട്ടുള്ളതാണ്. പിന്നെ എന്തൊക്കെയാണ് സ്റ്റേറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് നോക്കാം. സ്റ്റേറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് എലിജിബിൾ ഹൗസ് ഹോൾഡ്. ഇപ്പോൾ എലിജിബിൾ ഹൗസ് ഹോൾഡേഴ്സിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ, ഇഷ്യൂയിങ് ദ റേഷൻ കാർഡ്, ഡിസ്ട്രിബ്യൂഷൻ ത്രൂ എ ഫെയർ പ്രൈസ് ഷോപ്പ്. അപ്പോൾ ഈ ഫുഡ് ഗ്രെയിൻസ് ഫെയർ പ്രൈസ് ഷോപ്പിലൂടെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുക. ഈ ഫെയർ പ്രൈസ് ഷോപ്പിന് ലൈസൻസ് പ്രൊവൈഡ് ചെയ്യുക, ഇഷ്യൂ ചെയ്യുക. പിന്നെ FPS തന്നെ ഫുഡ് ഫെയർ പ്രൈസ് ഷോപ്പിൻ്റെ മോണിറ്ററിങ്. പിന്നെ ഇതൊക്കെയാണ് ഇവരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. മാത്രമല്ല എഫക്റ്റീവ് ഗ്രീവൻസ് ഓൺ റിഡ്രസൽ മെക്കാനിസം, സ്ട്രെങ്തനിങ് ദ ടാർഗറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റവും ഒരു സ്റ്റേറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇതാണ് ഓവറോൾ വ്യൂ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇതിൻ്റെ കവറേജ് എന്താ നോക്കാം. കവറേജ് നോക്കിക്കഴിഞ്ഞാൽ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് പ്രകാരം 75% റൂറൽ പോപ്പുലേഷൻ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ടിൻ്റെ കവറിലുണ്ട്. ഏകദേശം 50% അർബൻ പോപ്പുലേഷനും ഈ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ടിൻ്റെ കീഴിലുണ്ട്. ഈ അന്ത്യോദയ അന്ന യോജന പ്രകാരം ഏകദേശം 35 kg ഫുഡ് ഗ്രെയിൻസ് ആ ഒരു കാറ്റഗറിയിലെ ആൾക്ക് നൽകുന്നുണ്ട്, ഉള്ള ഫാമിലിക്ക് നൽകുന്നുണ്ട് ഒരു മന്തിൽ. പിന്നെ ഉള്ളത് പീരിയോഡിറ്റി ഹൗസ് ഹോൾഡ്. അവർക്ക് പീരിയോഡിറ്റി ഹൗസ് ഹോൾഡ് എന്ന് പറയുമ്പോൾ അവർക്ക് 5 kg പെർ പീപ്പിൾ എന്ന നിലക്കും നൽകുന്നുണ്ട്. ഇതൊക്കെ പെർ മന്താണ്. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി കവറേജിന് ആ കവറേജ് ഡിറ്റർമൈൻ ചെയ്യുന്നത് നീതി ആയോഗാണ്. നീതി ആയോഗാണ് അതിൻ്റെ കവറേജ് ചെയ്യുന്നത്. യൂസിങ് NSS ഹൗസ് ഹോൾഡ് കൺസപ്ഷൻ കവറേജ് ഡാറ്റ ഫോർ 2011 and 2012. അതിൻ്റെ ആ ഡാറ്റ പ്രകാരമാണ് ഈ ഒരു നാഷണൽ ഫുഡ് സെക്യൂരിറ്റി കവറേജിൻ്റെ ഡിറ്റർമിൻ ചെയ്തിട്ടുള്ളത് ബൈ നീതി ആയോഗ്. ഇതാണ് ഇതിൻ്റെ ഒരു കവറേജ് എന്ന് പറയുന്നത്. പിന്നെ ഓരോ സ്റ്റേറ്റും ടാർഗറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഡിറ്റർമിൻ ചെയ്യുന്നത്, ഓരോ സ്റ്റേറ്റിനും ഡിറ്റർമിൻ ചെയ്യുന്നതും ഈ ഫുഡ് സെക്യൂരിറ്റി നീതി ആയോഗാണ്. പിന്നെ ഐഡൻറ്റിഫിക്കേഷൻ റേഷൻ FPS ഐഡൻറ്റിഫിക്കേഷൻ, പിന്നെ എലിജിബിൾ ഹൗസ് ഹോൾഡ് ഐഡൻറ്റിഫിക്കേഷൻസ്, ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത്, ഇതൊക്കെ ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. പിന്നെ സെൻറ്റർ ആക്ട് പ്രകാരം നമ്പർ ഓഫ് ദ പേഴ്സൺ ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ ഒരു സെൻറ്റർ ആക്ട് പ്രകാരം സെക്ഷൻ 10 ആക്ട് ഈ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് സെക്ഷൻ 10 നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ടിൻ്റെ സെക്ഷൻ 10 പ്രകാരം ഈ ടാർഗറ്റഡ് PDS ഡിറ്റർമിൻ ചെയ്യുന്നത് നമ്പർ ഓഫ് പേഴ്സൺസിൻ്റെ ആ ഒരു ഏരിയയിലെ നമ്പർ ഓഫ് പേഴ്സൺസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇത് ഡിറ്റർമിൻ ചെയ്യുന്നത് ആരാണ്? നീതി ആയോഗാണ്. ഓരോ സ്റ്റേറ്റിനും വേണ്ടിയിട്ടാണ് ഈ നീതി ആയോഗ് ടാർഗറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഡിറ്റർമിൻ ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. പക്ഷേ ഒരു കാര്യമുള്ളത് എന്താ വെച്ചെങ്കിൽ ഈ അന്ത്യോദയ അന്ന യോജന, ആ യോജനയിലുള്ള ആളുകളെയൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്.
സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെയാണ് ഈ പീരിയോഡിറ്റി ഹൗസ് ഹോൾഡ് അണ്ടർ ദ ടാർഗറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ പ്രകാരം അക്കോർഡിംഗ് ടു ദ ഗൈഡ്ലൈൻ ഓഫ് ദ സ്റ്റേറ്റ് പ്രകാരവും ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെയാണ്. പിന്നെ എന്താണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പവർ എന്ന് പറയുന്നത്? സെൻട്രൽ ഗവൺമെൻറ്റിന് ഈ ഒരു ആക്ട് പ്രകാരം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പവർ എന്താണ്? ഈ സെക്ഷൻ 39(1) നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് പ്രകാരം ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടാക്കുക, പിന്നെ റൂൾസ് ഉണ്ടാക്കുക, ഇതൊക്കെ കൺസൾട്ടേഷൻ വിത്ത് ദ സ്റ്റേറ്റിൻ്റെ പ്രകാരം മാത്രമായിരിക്കും സെൻട്രൽ ഗവൺമെൻറ് ഈ ഒരു നോട്ടിഫിക്കേഷനും റൂൾസും ഉണ്ടാക്കുന്നത്. പിന്നെ ഇനി ബാക്കിയുള്ളൊരു പ്രവർത്തനങ്ങൾ എന്താണെന്ന് നോക്കാം. ബാക്കിയുള്ളൊരു പ്രവർത്തനം എന്താണെന്ന് വെച്ചെങ്കിൽ പ്രൊവിഷൻസ് ടു ദ ഫണ്ട് ടു ദ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഈ ആക്ട് എന്ന് പറയുന്നത് ഫുഡ് സപ്ലൈ ആക്ട് 2014 എന്നുള്ള ഒരു റൂൾസ് പ്രകാരമാണ്. പിന്നെ ഫുഡ് സെക്യൂരിറ്റി, രണ്ടാമത് ഫുഡ് സെക്യൂരിറ്റി അലോവൻസ് റൂള് 2015. പിന്നെ അടുത്തുള്ളത് ഫുഡ് സെക്യൂരിറ്റി അസിസ്റ്റൻസ് ടു സ്റ്റേറ്റ് 2015. ഫുഡ് സെക്യൂരിറ്റി അസിസ്റ്റൻസ് ടു ദ സ്റ്റേറ്റ് 2015 എന്നുള്ള റൂളുണ്ട്. പിന്നെ ക്യാഷ് ട്രാൻസ്ഫർ എന്നുള്ള റൂളുണ്ട്. ക്യാഷ് ട്രാൻസ്ഫർ ഫുഡ് സബ്സിഡി റൂള് 2015. ഇതൊക്കെയാണ് ഈ ഒരു പവർ ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ് അണ്ടർ ദിസ് ആക്ട് സെക്ഷൻ 39(1) പ്രകാരം ഉള്ളത്. പിന്നെ ഒരു സിസ്റ്റം എന്ന് കാണിച്ചെങ്കിൽ ഇപ്പോൾ കറണ്ടായിട്ടുള്ള ഒരു ഡെസിഷനാണ് വൺ നേഷൻ വൺ റേഷൻ കാർഡ് എന്ന് പറയുന്നത്. അതിനു മുന്നേ നമ്മൾ ഈ നാഷണൽ ന്യൂട്രീഷൻ സപ്പോർട്ട് ആൻഡ് ചിൽഡ്രൻസിന് ഈ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് പ്രകാരം ന്യൂട്രീഷൻ സപ്പോർട്ടും പിന്നെ അതിൻ്റെ ന്യൂട്രീഷൻ സപ്പോർട്ട് ആർക്ക് നൽകുന്നുണ്ട്? വുമൺസിനും ചിൽഡ്രൻസിനും നൽകുന്നുണ്ട്. പിന്നെ പ്രഗ്നൻറ്റ് വുമൻസിനും ലാക്ടേറ്റിംഗ് വുമൻസ് 6 months വരെ ലാക്ടേറ്റിംഗ് വുമൻസിനും ഈ ന്യൂട്രീഷൻ മീൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് പ്രകാരം. പിന്നെ 14 years അണ്ടറുള്ള ചിൽഡ്രൻസിന് എന്ത് ചെയ്യുന്നുണ്ട്? ന്യൂട്രീഷൻസ് കവറേജ് നൽകുന്നുണ്ട് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് പ്രകാരം. ഈ ഒരു ആക്ടിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ്, ഈ ഒരു ആക്ട് എന്ന് പറയുന്നത് വൺ നേഷൻ വൺ റേഷൻ കാർഡ് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ഫസ്റ്റ് ചുവടാണ്. ഇപ്പോൾ എന്തിനായിരുന്നു ഈ ഒരു വൺ നേഷൻ വൺ റേഷൻ കാർഡ്? അപ്പോൾ നമുക്ക് അറിയാം, ഇപ്പോൾ ഒരു പാൻഡമിക് സിറ്റുവേഷൻ വന്നപ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വൺ നേഷൻ വൺ റേഷൻ കാർഡ് എന്നുള്ള സിസ്റ്റം യൂസേജ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ അതിഥി തൊഴിലാളികൾക്കും ഒക്കെ അവരുടെ ഏത് കൺട്രിയുടെ ഏതൊരു ഭാഗത്ത് നിന്നാണെങ്കിലും അവർക്ക് റേഷൻ വാങ്ങാനുള്ള ഒരു സിസ്റ്റം ഈ ഒരു വൺ നേഷൻ വൺ റേഷൻ കാർഡിലൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് റൈറ്റ് ടു ലൈഫ്, എവറി പേഴ്സൻ്റെ റൈറ്റ് ടു ലൈഫ് അണ്ടർ ദ ആക്ട് 21. റൈറ്റ് ടു ലൈഫ് അത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ റൈറ്റ് ടു ലൈഫ് 21 ആർട്ടിക്കിൾ 21 ഇതിനെ സംരക്ഷിക്കുന്ന ഒരു പ്രൊവിഷൻസ് കൂടി ഇത് മാറുന്നുണ്ട്. പിന്നെ ഒരു റൈറ്റ് ടു ഫുഡ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്, അതും ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. നമുക്ക് അറിയാം, ഇപ്പോൾ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ ഏറ്റവും വലിയ പ്രോബ്ലം വരാൻ പോകുന്നത് ഫാമിനാണ്. നമ്മൾക്ക് ഓൾറെഡി 1943 ബംഗാൾ ഫെമൈന് നമുക്ക് അറിയാവുന്നത് കൊണ്ട് അതൊരു കൊളോണിയൽ റോൾ കൊണ്ട് നമുക്ക് സോ മെനി പ്രോബ്ലംസ് ഫേസ് ചെയ്തതുകൊണ്ട് തന്നെ ഫുഡ് സെക്യൂരിറ്റി ഈ ഒരു സമയത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വൺ നേഷൻ വൺ റേഷൻ കാർഡ് എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഏകദേശം ഈ ഒരു ഡെസിഷൻസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ 81 crore പീപ്പിൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് പ്രകാരം കവറേജ് ആണ്. പിന്നെ 23 crore പീപ്പിൾ ഇപ്പോൾ റേഷൻ കാർഡ്സ് ഉള്ളവരായിട്ട് ഉണ്ട്, റേഷൻ കാർഡ് ഉള്ളവരായിട്ട് ഉണ്ട്. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഈ ഒരു ഡെസിഷൻ കൊണ്ട് ഗുണം ലഭിക്കാൻ പോകുന്നത് 81 crore പീപ്പിൾസിന് ഈ ഒരു ഡെസിഷൻ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ബെനിഫിറ്റ് ലഭിക്കും. അപ്പോൾ ഈ ഒരു ബെനിഫിറ്റ് കൊണ്ട് എന്താണ് നടക്കാൻ പോകുന്നത്? അത് പ്രകാരം സബ്സിഡൈസ് ഫുഡ് ഗ്രെയിൻസ്, സബ്സിഡൈസ്ഡ് ആയ ഫുഡ് ഗ്രെയിൻസ് ലഭിക്കുകയാണ് ചെയ്യുന്നത്.
ആ സബ്സിഡൈസ്ഡ് ഫുഡ്സ് ഗ്രെയിൻസ് എന്ന് പറയുമ്പോൾ റൈസ് 3 per kg, പിന്നെ വീറ്റ് 2 per kg, പിന്നെ ലഭിക്കാൻ ഫുഡ് ഗ്രെയിൻ അതർ സെറൽസൊക്കെ ലഭിക്കാൻ പോകുന്നത് 1 per kg. ഇത് FPS ഓർ ടാർഗറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൻ്റെ ഫെയർ പ്രൈസ് ഷോപ്പിലൂടെയാണ് ഇത് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് 81 crore പീപ്പിൾസിന് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് ലഭിക്കും. പിന്നെ ഈ ഒരു FPS സിസ്റ്റം ഇതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് ടെക്നോളജിക്കൽ സൊല്യൂഷൻ യൂസ് ചെയ്തിട്ടാണ്. ഈ ഒരു ഇലക്ട്രോണിക് പോർട്ടൽ ഓഫ് പോയിൻ്റ് ഓഫ് സെയിൽ ഇലക്ട്രോണിക് പോയിൻ്റ് ഓഫ് സെയിൽ റേഷൻ കടകളിൽ അതിൻ്റെ ആ ഒരു ടെക്നോളജിക്കൽ സൊല്യൂഷൻ യൂസ് ചെയ്തിട്ടാണ് ഇതിന് ബെനിഫിഷ്യറീസിനെ നിങ്ങൾക്ക് ഫുഡ് ഗ്രെയിൻസ് എത്തിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മുന്നേ ചെയ്ത ഒരു വർക്കിംഗ് എന്താണെന്ന് വെച്ചാൽ ഇൻ്റഗ്രേറ്റഡ് മാനേജ്മെൻറ്റ് ഓഫ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇത് മുന്നത്ത് കൊണ്ടുവന്ന ഒരു സ്കീമാണ് ഇൻ്റഗ്രേറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഇത് മുന്നേ ഇൻ്റഗ്രേറ്റഡ് മാനേജ്മെൻറ്റ് ഓഫ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ മുന്നേ കൊണ്ടുവന്നുള്ള ഒരു പാട്ടാണ്. അപ്പോൾ മൈഗ്രൻ്റ് വർക്കേഴ്സിനെ വിത്രാൻ പോർട്ടൽ യൂസ് ചെയ്തിട്ടാണ് മൈഗ്രൻ്റ് വർക്കേഴ്സിന് അവരുടെ ഫാമിലിക്കും ഈ ഒരു ബെനിഫിഷ്യറി കിട്ടാൻ പോകുന്നത്. ആധാർ ഈ ഒരു ഘട്ടത്തിൽ ബെനിഫിഷ്യറീനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് ആധാർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്കീം പ്രകാരം 2020 June 1 ആകുമ്പോഴേക്കും ഇത് പ്രാവർത്തികമാവുമെന്നാണ് കണക്കാക്കുന്നത്. ഏകദേശം 17 സ്റ്റേറ്റ് ഇത് പ്രാവർത്തികമാകുന്ന ലെവലിലേക്ക് വന്നിട്ടുണ്ട്. അതാണ് ആന്ധ്രാപ്രദേശ്, ഗോവ, ഗുജറാത്ത്, ഹരിയാന, ജാർഖണ്ഡ്, കേരള, കർണാടക, തെലങ്കാന, ത്രിപുര, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ബീഹാർ, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ഉത്തർപ്രദേശ്, പിന്നെ അതർ യൂണിയൻ ടെറിട്ടറിയായ ദാദർ നഗർ ഹവേലി, ദമാൻ ദിയു ഒക്കെ ഇതിനോട് വന്നിട്ടുണ്ട്. പിന്നെ അത് കുറച്ച് സ്റ്റേറ്റും കൂടെ ഇതിലേക്ക് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിസ്റ്റം എന്ന് പറയുമ്പോൾ ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ സിവിൽ സർവീസിലൊക്കെ ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഈ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്റ്റും പിന്നെ 1 Nation 1 റേഷൻ കാർഡ് ഒരു എമർജൻസി സിറ്റുവേഷൻസിൽ എങ്ങനെ സഹായിക്കുന്നതാണ്. ഇത് എങ്ങനെ ഫെമൈൻസിനെ തടയാം. നമുക്ക് വളരെ അറിയാം 1914 ഒരു കൊളോണിയൽ റൂൾസിൻ്റെ പ്രകാരം തന്നെ ബംഗാൾ ഫെമൈൻ ഉണ്ടാകാൻ അറിയാം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻസിൽ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജസും നമുക്കിതിൽ എഴുതാം, റൈറ്റ് ചെയ്യാൻ കഴിയും. പിന്നെ ഇതിന് വരുന്ന ക്രിറ്റിസിസം ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതും എഴുതുന്നതും ഈ കേരള കേസിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുമെന്നാണ് തിങ്ക് ചെയ്യുന്നത്.